എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ പാസ്റ്റിലേക്ക് പോയപ്പോ നടന്ന കാര്യങ്ങൾക്ക് പുറമെ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് ലിൻ പോലും അറിയാതെ പ്രണയിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അവൻ അവൾക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി സൂവിൽ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ആക്ച്വലി അതിനൊക്കെ മുന്നേ ഈ പാസ്റ്റിലേക്ക് പോയി മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് മുന്നേ റിയാലിറ്റിയിൽ പണ്ട് നടന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഓരോന്നോരോന്നായി കണ്ടത്. കുട്ടിക്കാലത്ത് ആദ്യമായി അവളെ കണ്ടതും പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി മടങ്ങി വന്നതും പക്ഷെ വേറെ സ്കൂളായിരുന്നതുകൊണ്ട് നന്നായി അവസരങ്ങൾ കിട്ടാതിരുന്നതും അതിന്റെ ഇടയിൽ ഒരു വലിയ അപകടത്തിൽ നിന്ന് അവളുടെ ജീവൻ രക്ഷിച്ചതും തുടർന്ന് ഒരേ സ്കൂളിൽ പഠിക്കാനായി ചേർന്നതും പക്ഷെ അവൾ അപ്പോ സാനിനോടുള്ള പ്രണയം കാരണം ഇവനെ മൈൻഡ് ചെയ്യാതിരുന്നതും ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. തന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും അവളോട് എന്തെങ്കിലും തന്റെ ഇഷ്ടം തുറന്നു പറയണം എന്ന ആഗ്രഹം അവനുണ്ടായിരുന്നു. അങ്ങനെ അവൻ സൂവിൽ പോയി അന്നേ അത് പ്ലാൻ ചെയ്ത് അവിടുത്തെ തത്തയെ ഐ ലൈക്ക് എന്ന് പറയാൻ പഠിപ്പിക്കായിരുന്നു. ദിവസവും ആ തത്തയെ കാണാനായി പോകുന്നവൻ ദിവസവും ഈ ഒരു വാക്ക് അതിനെ പറയാനായി ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് അവളുടെ ചേട്ടന് ഇത്തരം പ്രശ്നമുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നതും പങ്ക് വഴി അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതും. പങ്കിനോട് അതിന്റെ ഡീറ്റെയിൽസ് ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെറിയ തുകയാണ് ലിന്നിന്റെ ചേട്ടൻ വാങ്ങിയത്, പക്ഷെ അതിപ്പോ വലിയ തുകയാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത്. എന്റെ മുതലാളിയാണെങ്കിലും അയാൾ ചെയ്യുന്ന പരിപാടി ഇതാണ് എന്ന് കരുതി ലീഗലി അതിന് മൂവ് ചെയ്യാനും സാധിക്കില്ല. കാരണം അനധികൃതമായി വാങ്ങിയ കാശാണ്. അതുകൊണ്ട് തന്നെ അത് ലീഗലി മൂവ് ചെയ്താൽ ലിന്നിന്റെ ചേട്ടനും പ്രശ്നമുണ്ടെന്ന് പങ്ക് വഴി സാങ് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ കാര്യങ്ങൾ അറിയുന്ന സാങ് അവൻ സ്കൂൾ പഠനത്തിന് ശേഷം വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടി കുറച്ച് കാശ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പങ്കിനെ ഏൽപ്പിച്ചിരുന്നു. എന്തായാലും ഇത്രയും ആ ഒരു പേപ്പറിന് ലിൻ വായിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും പങ്ക് അവളെ കാണാനായി വീടിന്റെ അവിടെ എത്തുന്നുണ്ട്. ഒരു ഡയറി അവളെ ഏൽപ്പിച്ചിട്ട് ഇത് സാങ്ങിന്റെ ഡയറിയാണ്, ഇതിന് നിനക്കുള്ളതാണെന്നും പറഞ്ഞ് അത് കൊടുത്തിട്ട് പോകുന്നു. ഈ ടീം കൂടെ ഇല്ലാത്ത മരണപ്പെട്ട സാങ്ങിന് വേണ്ടി ഇത്രയെങ്കിലും തനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നൊരു സന്തോഷം പങ്കിന്റെ മുഖത്തുണ്ട്. അതായത് ജീവിച്ചിരുന്നപ്പോൾ അവളോട് അവന്റെ ഉള്ളിലെ ഫീലിങ്സ് തുറന്നു പറയാനായി അവൻ കുറേ ശ്രമിച്ചിരുന്നതാണ്, പക്ഷെ അത് നടന്നില്ല. ഇപ്പോൾ അവന്റെ ആഗ്രഹം ഇങ്ങനെങ്കിലും നടക്കുന്നല്ലോ എന്നാണ് പങ്കിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മനസ്സിൽ മായാതുള്ളത് കൊണ്ട് അവനൊരു സന്തോഷം തോന്നുന്നത്. അങ്ങനെ ആ ഡയറിയുടെ ബാക്കി ഇരുന്ന് അവൾ വായിക്കുമ്പോഴാണ് ആ കാശ് അടച്ചിട്ടും അത് കള്ളക്കണക്ക് പറഞ്ഞ് അയാൾ തിരിച്ചു വാങ്ങാനിരിക്കുന്ന കാശിന്റെ ഒരു അംശം പോലും ആയിട്ടില്ല എന്നത് സാങ് മനസ്സിലാവുന്നതും അവനാകെ നിസ്സഹായനാവുന്നതും. എന്തായാലും ലിന്നിന്റെ ചേട്ടൻ ചെയ്ത പണികൾ മൂലം ലിന്നിന് എന്തായാലും പ്രശ്നമാവും എന്ന് പങ്ക് പറഞ്ഞ് മനസ്സിലാവുന്ന സാങ് പിന്നീട് അങ്ങോട്ട് അവളെ ഭയങ്കരമായി തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അവൾ പുറത്തു പോകുമ്പോഴൊക്കെ അവളുടെ സേഫ്റ്റി അവന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അവൾ പോലും അറിയാതെ അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആക്ച്വലി അവൾ മുന്നിൽ നിന്നിട്ടും അവൾ തന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് അവന്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഏക്കം വരുമ്പോ അവൾ ഓരോ തവണ സാന്റെ പിറകെ നടന്ന് അവൻ മൂലം ഇഗ്നോർ ചെയ്യപ്പെട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അത് കണ്ട് മാറി നിൽക്കുന്ന സാങ്ങിന്റെ ഉള്ളിൽ ഒരു ഏക്കം വരുമ്പോൾ ആ ടൈമൊക്കെയാണ് കറക്റ്റായി അവൾ പ്രസന്റ് ചെയ്യുന്ന പാസ്റ്റിലോട്ട് ഓരോ തവണ ടൈം ട്രാവൽ ചെയ്തപ്പോഴും വന്നു നിന്ന ആ ഓരോ സിറ്റുവേഷൻസ്. ആ ഒരു ഫെസ്റ്റിവലിന്റെ ഇടയിൽ സാൻ മൂലം എലിൻ കുറച്ച് ഹ്യൂമിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ കറക്റ്റ് ആ ഒരു ടീം അവിടെ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സാങ്ങിന് അവളെ എനിക്കൊന്ന് സമാധാനിപ്പിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന ഓർത്ത ആ ഒരു മൊമെന്റിലാണ് അവൾ പിന്നീട് ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യം. അതേ കണക്ക് പല പല സിറ്റുവേഷൻസ് ഇത് ഓരോന്നും വായിക്കുന്ന അവൾക്ക് അവൻ തന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, അവൻ തനിക്ക് വേണ്ടിയാണല്ലോ മരിച്ചത് എന്നതൊക്കെ ആലോചിച്ച് സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ അവിടെ നിന്ന് ഉറക്കെ സാങ് ഐ ലവ് യു എന്ന് വിളിച്ചു പറയുകയായിരുന്നു. അവളിപ്പോ ഉണ്ടായിരുന്നത് കഥയുടെ തുടക്കത്തിൽ അവൾ ഒരു അജ്ഞാത വ്യക്തിയെ കണ്ട അതേ കടൽ തീരത്തിന്റെ അവിടെയാണ്. എന്തായാലും അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകുന്ന അവൾക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. വേഗം തന്നെ ഫോൺ എടുത്ത് വീണ്ടും പാസ്റ്റിലേക്ക് പോകാനായി അവൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും അവൾ പാസ്റ്റിൽ വന്നിരിക്കുകയാണ്. മുന്നേ ഒക്കെ എത്തിയതിനേക്കാളും കുറച്ചുകൂടെ മുന്നത്തെ ഒരു ടൈം ലൈൻ ആണ്. ഇപ്പൊ ആ ടീം ലിന്നിന് വീണ്ടും സാങ്ങിനെ ജീവനോടെ കണ്ടതിന്റെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയി അവനെ രക്ഷപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നവൾ അവന്റെ കൂടെ ഒന്നിച്ച് മ്യൂസിക് ക്ലാസ്സിലുള്ളപ്പോൾ അങ്ങോട്ട് ചെന്ന് മിണ്ടുന്നൊക്കെയുണ്ട്. ക്ലാസ് കഴിഞ്ഞും ബസ്സിൽ പോകുമ്പോഴും അവനോട് അങ്ങോട്ട് ചെന്ന് മിണ്ടുകയും അവനെ കൊച്ചുനാളിലെ തൊട്ടേ അവൾക്ക് അറിയാമെന്ന ആ ഒരു കാര്യമൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ അന്തം വിട്ടു പോകുന്നുണ്ട്. എന്തായാലും അവളാകട്ടെ ബസ്സിലിരിക്കുന്ന ടീം അവനോട് നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ, ഞാൻ പഠിപ്പിക്കാന്ന് പറയുന്നുണ്ട്. അവൻ വേണ്ടാന്ന് പറയുവോ? അങ്ങനെ അടുത്ത ദിവസം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ സൈക്കിൾ എടുത്തുകൊണ്ട് സാങ്ങിനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അവന്റെ വീടിന്റെ അവിടേക്ക് പോകുമ്പോഴേക്കും ജിയും അവളുടെ അച്ഛനും തമ്മിൽ അവൾക്ക് ആർട്സ് പരമായ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞ അച്ഛൻ വഴക്കുണ്ടാക്കുമ്പോൾ അതിന്റെ പേരിൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇത് കാണുന്ന ലിൻ അവളോട് സംസാരിക്കാൻ നോക്കുമ്പോൾ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജി ഭയങ്കര ജാടയിട്ട് പോവാണ്. ലിന്നിപ്പോ കുറച്ചുകൂടെ പാസ്റ്റിലേക്കാണല്ലോ വന്നിരിക്കുന്നത്. ആ ടീം ജിക്കും ലിന്നിനും ഇടയിൽ പരിചയവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പക്ഷെ മുന്നേ പാസ്റ്റിലേക്ക് പോയി ജിയുടെ സുഹൃത്തായിരുന്ന ലിന്നിന് ജി ഈ പുറമേ കാണിക്കുന്ന ജാടയും പടുത്തിയുള്ളൂ. ആളൊരു പാവമാണെന്ന് അറിയാമെങ്കിലും ജിക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അങ്ങനെ എന്തായാലും ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഹാപ്പിയായി സാങ്ങിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ലിൻ ഇതിന്റെ ഇടയിൽ ചേട്ടൻ കുറച്ച് പേരെ ക്വാളിറ്റി കുറഞ്ഞ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വിറ്റ് പറ്റിക്കാനായി നോക്കുന്നത് കണ്ട് അവരോട് എന്ന് അത് എന്റെ ചേട്ടനാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ചേട്ടന്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങരുത്, എല്ലാം ലോക്കൽ പ്രോഡക്ട്സ് ആണെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നുണ്ട്. കൂടാതെ ചേട്ടനോട് അത്യാവശ്യം പഠിച്ചതല്ലേ, എന്തെങ്കിലും മര്യാദയ്ക്ക് ജോലി ചെയ്തൂടെ, എന്തിനും ഇമാതിരി പണിയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് ചേട്ടനും ചാടയിടുന്നു. ഈ ചേട്ടൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നത് ചേട്ടൻ അറിയില്ലല്ലോ. പക്ഷെ ലിന്നിന് അത് അറിയാവുന്നതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും ടെൻഷൻ ആവുന്നത്. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും സാങ് തന്നെ പ്രപ്പോസ് ചെയ്താൽ താൻ തിരിച്ച്
പ്രസന്റിലേക്ക് പോകും എന്ന ഒരു കാര്യം ലിന്നിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അതിന്റെ ഇടയിൽ അവളെ പ്രപ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവനോട് ആദ്യം കാണിച്ച ആ ഒരു അടുപ്പൊക്കെ കുറച്ച് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായി നോക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ചേട്ടൻ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ചേട്ടനെ പിന്തിരിപ്പിക്കാൻ അവൾ ആവുന്നത് നോക്കുന്നു. ചേട്ടൻ ഇല്ലീഗലായി കാശ് കടം വാങ്ങാൻ പോകുന്നു, പലിശയ്ക്ക് എടുക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ അറിയുന്നവൾ അത് തടയാനായി നോക്കുമ്പോൾ ചേട്ടൻ പക്ഷെ അവൾ അറിയാതെ എങ്ങനെങ്കിലും കാശ് വാങ്ങണം എന്ന പരിശ്രമത്തിലാണ്. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഭവിഷ്യത്ത് എത്ര വലുതായിരിക്കും എന്ന് ഈ സമയത്ത് അയാൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ മുന്നേ കണ്ടിരുന്നില്ലേ, അവരുടെ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ഒരു സ്റ്റാച്ചു തകർന്നു പോവുകയും പിന്നീട് ഇവർ തന്നെ ഒരു സ്റ്റാച്ചു ഡിസൈൻ ചെയ്ത് നൽകുകയൊക്കെ ചെയ്തത്. ആ സംഭവമൊക്കെ ഇവരുടെ ഹൈസ്കൂളിന്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു അന്ന് നടന്നതെങ്കിൽ അതൊക്കെ ഇപ്പോ നടക്കുന്നുണ്ട്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലിന്നിന് അന്ന് കാര്യങ്ങൾ ലേറ്റ് ആയിട്ടാണ് നടന്നത്. പക്ഷെ ഇന്ന് അതേ കാര്യങ്ങൾ ഫാസ്റ്റ് ആയി നടക്കുന്നു. അപ്പോൾ സാങ്ങിന് അപകടം സംഭവിക്കാനുള്ള സാധ്യതയും എത്രയും പെട്ടെന്ന് തന്നെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം താൻ മുന്നോട്ട് പോകണമെന്ന് തിരിച്ചറിവ് അവൾക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും ചേട്ടൻ കാശ് വാങ്ങുന്നത് തടയാനായി ചേട്ടന്റെ പുറകെ പോകുന്ന ലിന്നിനെ അവിടെയുള്ളവർ ആക്രമിക്കാനായി നോക്കുന്നു. ആ ഗ്യാങ്ങിലായിരുന്നു ആ സമയത്ത് പങ്കുണ്ടായിരുന്നത്. അവൻ ആ ഗ്യാങ്ങിൽ അപ്പോൾ വന്നു പെട്ടിട്ടേ ഉള്ളൂ. അവൻ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ്. എന്തായാലും ലിന്നിനെ ആക്രമിക്കാനായി നോക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സാങ് എത്തുകയും അവളെ രക്ഷപ്പെടുത്താനായി നോക്കി അവന് കണക്കിന് അടി കിട്ടുകയും ചെയ്യുന്നുണ്ട്. പങ്ക് ഇതൊക്കെ കണ്ട് അനങ്ങാതെ നിൽക്കുകയാണ്. പങ്ക് ആ സമയത്ത് സാങ്ങിന്റെ ഫ്രണ്ട് ആയിട്ടില്ല. എന്തായാലും തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാങ് ഇങ്ങനെ അടികൊള്ളുന്നത് കണ്ട് ലിന്നിനൊട്ട് സഹിക്കാനും വയ്യ. അങ്ങനെ അപ്പോഴേക്കും കാശ് കടം വാങ്ങി അവിടെ നിന്ന് ലിന്നിന്റെ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അവളാകട്ടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവസരം കിട്ടുമ്പോൾ സാങ്ങിനെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് എന്റെ കാര്യം നോക്കാൻ വേണ്ടി നീ എന്തിങ്ങനെ അടി കൊള്ളുന്നതെന്നൊക്കെ പറഞ്ഞ് അവനോട് ടെൻഷനിൽ സംസാരിക്കുകയും അവനെ ഹോസ്പിറ്റലിൽ തന്നെ ഇരുത്തി നേരെ ചേട്ടനെ കാണാൻ പോയി. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും കേൾക്കാതെ ചേട്ടൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചല്ലേന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചേട്ടനാകട്ടെ ആ കാശിന് കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ലോക്കൽ ക്വാളിറ്റി ആണ്. ഇത് വിറ്റ് വീണ്ടും പ്രശ്നമാണെന്ന് അവൾക്കറിയാം. എന്നാലും അവളാകട്ടെ അതൊക്കെ ദേഷ്യത്തിലെടുത്ത് താഴെട്ടിട്ട് കാശ് പെട്ടെന്ന് തിരിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവാതെ അവളുടെ ചേട്ടൻ അവളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായി ഷൗട്ട് ചെയ്യുന്നു. അങ്ങനെ എന്തായാലും ചേട്ടന്റെ പ്രവൃത്തികളുടെ കുഴപ്പം അറിയാവുന്ന അവൾ പിന്നീട് അങ്ങോട്ട് ചേട്ടന്റെ ഷോപ്പിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായി നോക്കുന്നുണ്ട്, ചേട്ടൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ തടയാൻ വേണ്ടി. ആ സമയത്ത് മുന്നേ കാശ് കടം വാങ്ങിയവർ പലിശ വേണമെന്ന് പറഞ്ഞു വരുമ്പോൾ മേടിച്ച കാശിനേക്കാൾ വലിയൊരു തുക പലിശയായി അവരിപ്പോ ആവശ്യപ്പെടുന്ന ടീം അതും പറഞ്ഞ് അവിടെ ഒരു സംസാരം ആവുന്നുണ്ട്. തുടർന്ന് ലിൻ അതിൽ ഇടപെടുകയും അവർ ലിന്നിനെ അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ലിന്നിനെ അടിക്കുമ്പോൾ ലിന്നിന്റെ ചേട്ടൻ അത് സഹിക്കുന്നില്ല. അവന് താൻ ചെയ്തത് വലിയ തെറ്റാണ്, അവർ തനിക്ക് കടം തന്ന കാശിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇപ്പൊ ആവശ്യപ്പെടുന്നത് എന്ന കാര്യം മനസ്സിലാവുകയും ഇത് എങ്ങനെ തിരുത്തു എന്നറിയാതെ ടെൻഷൻ ആവുകയും ചെയ്യുമ്പോൾ അവർ കടം തന്നത് 2 ലക്ഷമാണ്, തിരിച്ച് ആവശ്യപ്പെടുന്നത് 5 ലക്ഷം ആണെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും മേടിച്ച 2 ലക്ഷം എങ്ങനെയെല്ലാം തിരിച്ചു കൊടുക്കാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യും, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാന്ന് ലിൻ പറയുന്നുണ്ട്. കൂടാതെ അവൾ ഇതിന്റെ ഇടയിൽ എങ്ങനെയും ഈ ഒരു ഗ്യാങ്ങിൽ നിന്ന് പങ്കിനെ പിന്തിരിപ്പിക്കണം, അവന്റെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ആവേണ്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കി അവനെ കണ്ട് സംസാരിക്കാനായി ഒരു അവസരം കിട്ടുമ്പോൾ അവന് ഒരു സോൾജർ ആവണം എന്നത് ആഗ്രഹമായിരുന്നു. അത് പക്ഷെ നടക്കാതെ പോയ കാര്യമാണ് എന്ന് ഫ്യൂച്ചറിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവൾ ആർമി ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ അവനോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു ആർമിയിൽ പോകണമെന്നത്. പക്ഷെ അവൾ ഇങ്ങനെ പറയുമ്പോൾ അവന്റെ ഉള്ളിൽ വീണ്ടും ആ ഒരു ആഗ്രഹം വല്ലാണ്ട് അങ്ങ് വളരുന്നുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കണം, ഇത് ശരിയല്ല എന്ന് അവനും തോന്നുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ സാങ് ആകട്ടെ ലിന്നിനെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവളെ അവൻ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാക്കുന്ന അവളാകട്ടെ സ്റ്റേജിൽ അവൻ കയറി നിന്ന് അവന് കുട്ടിക്കാലം മുതലേ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ആ ഒരു കാര്യം പതിയെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അത് കേൾക്കാതെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തെത്തുന്ന അവൾക്ക് അവൾ തങ്ങൾ കാശ് പലിശയ്ക്ക് ഇല്ലീഗലായി കൊടുക്കുന്നതിനെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനേ ഇതുപോലെ കാശ് കടം വാങ്ങിയ പലരിൽ നിന്നും ഇവർ ഭയങ്കര പലിശയും കാര്യങ്ങളും ഈടാക്കുന്നു എന്നതിന് തെളിവ് ശേഖരിക്കാൻ തുടങ്ങി എന്ന കാര്യം അറിഞ്ഞ് പങ്കിന്റെ ഒക്കെ ആ മുതലാളി അവളെ ഫോൺ വിളിക്കുകയും അവളോട് ഇതിൽ നിന്ന് മാറി നിന്നോളാനായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. മാറി നിന്നില്ലെങ്കിൽ അന്ന് അവളെ അടിച്ചപ്പോ അവൾക്ക് വേണ്ടി അടി കൊണ്ട പയ്യൻ അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കുമല്ലോ, അവനെ അങ്ങ് വക വരുത്തിയേക്കൊന്നും പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അയാൾ സാങ്ങിനെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നവൾക്ക് പേടിയായിട്ട് വയ്യ. അവൾ കോള് കട്ടാവുമ്പോഴും ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ടീം സാങ് അങ്ങോട്ടേക്ക് അവളെ തേടിയെത്തുമ്പോൾ അവൾ ആ ഒരു ദേഷ്യം കൂടി അവനോട് തീർക്കുന്നുണ്ട്. അന്ന് അവൻ തന്റെ പുറകെ വന്നിട്ടല്ലേ അന്ന് അവരുടെ കണ്ണിൽ അവൻ പെട്ടത്, ഇപ്പൊ അതുകൊണ്ടല്ല അവരിങ്ങനൊക്കെ പറയുന്നത് എന്നാ ടെൻഷനിൽ അവനാകട്ടെ തന്നിൽ നിന്ന് അകന്നു നിന്നാലും അവൻ സേഫായി നിന്നാൽ മതി എന്ന ചിന്തയിൽ അവൾ അവനോട് ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. അവളിങ്ങനെ ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് പോകുന്നത് ഭയങ്കര സങ്കടത്തിൽ അവൻ നോക്കി നിൽക്കാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ലിന്നിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ അയാൾ ഇപ്പോൾ മരിച്ചു കിടക്കുന്നതും അയാളുടെ ആ ഒരു സ്ഥലമെല്ലാം തീ കത്തുന്നതുമാണ് നമ്മൾ കാണുന്നത്. അവിടെ ലിൻ മാറി നിൽപ്പുണ്ടായിരുന്നു. അവൾ ഇതോടുകൂടി എല്ലാം അവസാനിച്ചല്ലോ എന്ന് നെടുവീർപ്പിടുന്നതും കാണാം. കാരണം എന്തായാലും ഇയാളൊക്കെ കാരണമാണ് സാങ് മരിക്കാൻ പോകുന്നത് എന്ന് അവൾക്ക് അറിയാമായിരുന്നല്ലോ. അങ്ങനെ ഇയാൾ മരിച്ചതുകൊണ്ട് ഇതെല്ലാം അവസാനിച്ചു എന്ന് അവൾ ആശ്വസിക്കുന്നതാണോ? സാങ്ങിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇയാളെ കൊന്നത് ലിൻ തന്നെയാണോ? ശേഷം എന്ത് സംഭവിക്കുമെന്ന് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.